മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ അതിശയകരമായ ഇടപെടൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് തന്നെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ഇന്നോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ സമയം ഈശോ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് ലോകം മുഴുവനിലുമുള്ള നേഴ്സസിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്ക് ആ വിളി വിശ്വസ്തയോടെ ഏറ്റെടുത്തുകൊണ്ട് UAE മുസഫ ചർച്ചിലെ ബഹുമാനപ്പെട്ട ജോൺ അച്ഛനോടും നേഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങളോടുമൊപ്പം ഈശോയെ ആരാധിക്കാം. നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഹൃദയം തുറന്ന് കണ്ണുനീരോടെ കർത്താവിന് വിട്ടുകൊടുക്കുക. നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, തീർച്ച. സർവം ക്ഷമിക്കുന്ന സ്നേഹം, സാദരം കുമ്പിടാം, പാണികൾ കൂപ്പിടാം, പരിശുദ്ധദാനത്തെ ആരാധിക്കാം. സ്നേഹം നൽകുന്ന ഈശോ, സർവം ക്ഷമിക്കുന്ന സ്നേഹം, സാദരം കുമ്പിടാം, പാണികൾ കൂപ്പിടാം, പരിശുദ്ധദാനത്തെ ആരാധിക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി ഞങ്ങളുടെ ഇടയിലായിരിക്കുന്ന പൊന്നു തമ്പുരാനെ, അങ്ങ് ഞങ്ങളുടെ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് ആരാധിക്കുവാനായിട്ട് ഈശോയെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് യേശുവെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പാപിയും ബലഹീനയുമായ ഞങ്ങളെ ഓരോരുത്തരെയും ഒരു നേഴ്സായി തിരഞ്ഞെടുത്ത് ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് യേശുവേ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. സ്നേഹവാരണിവാനെ പൊന്നു തമ്പുരാനെ, ഈ നിമിഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ആരോഗ്യവും വിശുദ്ധിയോടും കൂടി താവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും എല്ലാം ഈ നിമിഷം അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ് ഈശോയെ. യേശുവേ, ഞങ്ങളുടെ ബലഹീനതകൾ നിമിത്തം, ഞങ്ങളുടെ ജോലി തിരക്കുകൾ നിമിത്തം ഈശോയെ പലപ്പോഴും അങ്ങോട് ചെയ്യേണ്ട സ്നേഹത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വ ബോധങ്ങൾ
ഞങ്ങളുടെ ബലഹീനതകൾ നിമിത്തം അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള നിമിഷങ്ങളിൽ യേശുവേ നിന്നെ പിന്തള്ളിയിട്ടുണ്ടെങ്കിൽ യേശുവേ നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാതെ പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ, അവർ തെറ്റുകളിൽ അകപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ, ഒരമ്മയായ ഞങ്ങളുടെ മക്കൾക്ക് എന്താണ് ദൈവസ്നേഹം എന്ന് പറഞ്ഞു കൊടുക്കാതെ പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ, യേശുവേ ഈ നിമിഷം അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ പോലും ഞങ്ങളുടെ ജീവിത പങ്കാളി പാപത്തിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കേണ്ട സമയത്ത് കർത്താവെ അവരെ തിരുത്താതെ അവരുടെ പാപത്തിന് കൂട്ടുനിന്ന് പോയ സമയങ്ങളുണ്ടെങ്കിൽ യേശുവേ ഞങ്ങൾ കരുണയോടുകൂടി യാചിക്കുകയാണ് കർത്താവെ. എല്ലാ മക്കളോടും കർത്താവെ ഞങ്ങളോട് കൂടെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകരെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ നീരുമാക്കുന്ന സ്നേഹമല്ലേ നൊമ്പരം കാണുന്ന ദൈവമല്ലേ കണ്ണീരുമാക്കുന്ന സ്നേഹമല്ലേ നൊമ്പരം കാണുന്ന ദൈവമല്ലേ ആവിരൽ തുമ്പിനാൽ സൗഖ്യം നേടാൻ കാത്തിരിക്കുന്നു ഞാൻ നാഥ. ആരാധന നിത്യമാരാധന പരിശുദ്ധനായവൻ ആരാധന ആരാധന നിത്യമാരാധന തിരുവോസ്തിരൂപനിൽ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ അങ്ങയുടെ സ്നേഹം അറിയുവാൻ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ഞങ്ങളെ നയിക്കണമേ കർത്താവേ. ലോകമെമ്പാടും ഓടിവരുന്ന രണ്ട് കോടി ദേശമാരുടെയൊക്കെ യേശുവിന്റെ സ്നേഹം ഈ നിമിഷം നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു മക്കളുടെ ആത്മാവ് പോലും നശിച്ചു പോകാതെ യേശുവേ ഞങ്ങളെ കാക്കണമേ ഞങ്ങൾ കരുണയോടെ യാചിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ദിവ്യകാരുണ്യമായ പുണ്യതമ്പുരാനെ, പലപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈശോയെ തേടുന്ന മക്കളായി പോവുകയാണ്. താവേ പലപ്പോഴും പാപം ചെയ്യുമ്പോൾ കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പാപങ്ങൾ ഞങ്ങൾ വീണ്ടും ചെയ്യാതിരിക്കുവാനായിട്ട്. പക്ഷേ ലോകത്തിൻ്റെതായ സുഖലോലുപതയിലേക്ക് പോകുമ്പോൾ ഈശോയെ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. ജീവിതത്തിൽ നിരാശകളിൽ അകപ്പെടുമ്പോൾ ആരും ഞങ്ങളെ സഹായിക്കുവാനെല്ലാവരും തോന്നുന്ന വേളകയിൽ മാനസിക ശക്തിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ വരുന്ന നിമിഷങ്ങളിലാണ് കർത്താവേ ഞങ്ങൾ നിന്നിലേക്ക് പിന്തിരിയുന്നത്. കർത്താവേ ഈ നിമിഷം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈശോയെ, ഞങ്ങളുടെ ദുഃഖത്തിലും ഞങ്ങളുടെ സന്തോഷത്തിലും ഞങ്ങളുടെ വേദനയിലും ഞങ്ങളുടെ നിരാശയിലും കർത്താവേ നിന്നെ സ്തുതിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവേ. പലപ്പോഴും മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ ഈശോയെ അത് എൻ്റെ വേദനയ്ക്ക് എത്രയോ കുറവാണെന്ന് ചിന്തിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയായിട്ട് എടുക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥകൾ, മറ്റുള്ളവരുടെ ജീവിത പങ്കാളിയുടെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കുന്ന വേളകൾ, ഇതൊക്കെ ഞങ്ങളുടെ വലിയ തകർച്ചകളാണെന്ന് ഞങ്ങൾ അറിയുന്നു ഈശോയെ. കർത്താവേ അങ്ങയുടെ കരുണയിൽ ഞങ്ങളുടെ തകർച്ചകളിലേക്ക്
മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഞങ്ങളുടെ തകർച്ചകളിലേക്ക്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലേക്ക് അവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി ഏറ്റെടുക്കാൻ പറ്റാത്ത ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് കർത്താവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കണ്ടുകൊണ്ട്, ഞങ്ങളുടെ ജീവിതങ്ങൾ കണ്ടുകൊണ്ട് ഈശോയിലേക്ക് തിരിയുന്ന മക്കളായി തീരുവാനായിട്ട് കർത്താവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ, ഒരു മകൾ നടന്നു പോകുമ്പോൾ, ഒരു നേഴ്സ് നടന്നു പോകുമ്പോൾ ഈശോയെ അത് ഈശോയാകുന്നു പറയുവാനായിട്ട് കർത്താവെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹകാരുണ്യവാനായ പൊന്നുതമ്പുരാനെ, ഈ നിമിഷം ഇപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കുന്ന മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവേ എല്ലാ മക്കളുടെയും രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളിലേക്ക്, ജീവിത പങ്കാളിയുടെ സ്നേഹം കിട്ടാതെ കർത്താവെ വേദനിക്കുന്ന മക്കളിലേക്ക്, മക്കളുടെ സ്നേഹം കിട്ടാതെ അല്ലെങ്കിൽ മക്കളെ നന്നായി നോക്കുവാൻ സാധിക്കാതെ വരുന്ന മക്കളിലേക്ക് കർത്താവെ നിമിഷം അവരുടെ കരുണ ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ, പുനതമ്പുരാനെ, ജെറമ്യ 31:14 പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും, നിന്റെ ഭാവി പ്രത്യാശഫലമാണ്. ഇന്നും ജീവിക്കുന്ന തമ്പുരാൻ തരുന്ന ഉറപ്പാണത്. നമ്മുടെ കണ്ണുനീർക്ക് കർത്താവ് തുടയ്ക്കുന്നു. നമ്മുടെ യാതനകൾക്ക്, നമ്മുടെ വേദനകൾക്ക്, നമ്മുടെ ദുഃഖങ്ങൾക്ക് അവിടുന്ന് എന്നെങ്കിലും ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളുടെയും നമ്മുടെ ജീവിത പങ്കാളിയുടെയും ഭാവി എത്രയോ സുരക്ഷിതമാണ്. മാനുഷിക തലങ്ങളിലേക്ക് ഓടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖത്തേക്കാൾ എത്രയോ വലുതാണ് തമ്പുരാന്റെ കൂടെ ആയിരിക്കുമ്പോഴുള്ള സ്നേഹം. ഒരു നിമിഷം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും സമർപ്പിച്ചുകൊണ്ട്, യേശുവേ, ഇപ്പോൾ ഷാലോം TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കൂടെ ഈശോയോട് കൂടെ ആയിരിക്കുന്ന മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ദൈവത്തെ അറിയാതെയും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത ഈ ലോക ജീവിതത്തിലെ സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിയുന്ന സകല നഴ്സുമാരുടെയും ജീവിതത്തിലേക്ക് അങ്ങയുടെ കരുണ ഒഴുക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്കും അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു. റോമ 8:28. ഈശോനാഥ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്നും എന്നും ജീവിക്കുന്ന ഈശോയുടെ തിരുരക്തത്താൽ ഈ മക്കളെ എല്ലാവരെയും കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
ഓ ദിവ്യകാരുണ്യനാഥ, ജീവിത നെടുവീർപ്പിൻ്റെ ഭാരവും പലരുടെയും കുറ്റപ്പെടുത്തലുകളും ജോലി സ്ഥലത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും നിമിത്തം നിരാശയിലും ആത്മഹത്യയുടെ വക്കിലും എത്തി നിൽക്കുന്ന നേഴ്സുമാരിലേക്ക് അങ്ങയുടെ കാരുണ്യത്തെ ഒഴുക്കണമേ. സങ്കീർത്തനം 52-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാനെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല. ഓ ദിവ്യനാഥ, ഈ ദിവ്യവചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് യേശുവിനെ മുറുകെ പിടിച്ച് ആത്മഹത്യയുടെയും നിരാശയുടെയും വക്കിൽ കഴിയുന്ന എല്ലാ നേഴ്സുമാരിലെയും അനുഗ്രഹിക്കണമേ എന്ന്, അവരിലേക്ക് പ്രത്യാശയും വിശ്വാസവും ഒഴുക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന വചനത്തിൻ്റെ ശക്തിയാൽ മക്കളുടെ ദുർനടപ്പ് മൂലം മനമുരുകി ജീവിക്കുന്ന നഴ്സുമാരുടെയും അവരുടെ ജീവിത പങ്കാളിയുടെയും വേദന നിറഞ്ഞ ജീവിതത്തിലേക്ക് സൗഖ്യദായകനായ ഈശോയുടെ അണിപ്പാടുള്ള കരങ്ങൾ പിടിച്ചുകൊണ്ട് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടും എന്നുള്ള പൂർണ്ണ വിശ്വാസം ലഭിക്കുന്നതിനു വേണ്ടി ഈശോയെ അവിടുത്തെ കരങ്ങൾ അവരുടെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ ലോകമെമ്പാടുമുള്ള നേഴ്സുമാരോട് ചേർന്ന് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ജീവിത പങ്കാളിയുടെയും മക്കളുടെയും സാമീപ്യവും സ്വാന്തനവും ആഗ്രഹിക്കുന്ന വേളയിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന തിരസ്കരണങ്ങളും അവഗണനകളും ശാരീരികമായ വേദനകളും ഉള്ളിലൊതുക്കി തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ആത്മാർത്ഥതയോടെ നിറവേറ്റാൻ സാധിക്കാതെ പോകുന്ന പാപികളും ബലഹീനരുമായ എല്ലാ നഴ്സുമാരിലേക്കും പരിശുദ്ധാരൂപിയുടെ സ്നേഹവും സമാധാനവും ക്ഷമയും ശാന്തതയും നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾക്കെല്ലാ നഴ്സുമാർക്കും അങ്ങയുടെ അരൂപിയാൽ നയിക്കപ്പെടുന്ന പരസ്പര വിശ്വാസത്തിൽ അടിയുറച്ച ഒത്തൊരുമയുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ, അങ്ങേ പോലെ
മാർവിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. കാരുണ്യവാനായ ഈശോയെ, ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെയും വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും, ബിസിനസ് മേഖലയിൽ പ്രതിസന്ധി മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ അഭിഷേകത്താൽ ഈശോയെ നീ മക്കളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം യേശുക്രിസ്തു വഴി നൽകുമെന്ന് അരുളി ചെയ്ത ആ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയെ ഇവരുടെ പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നീ കടന്നു ചെല്ലണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ടെലിവിഷനിലൂടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ഈശോയെ നീ കടന്നു ചെല്ലണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ആ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തിയാൽ അവരെ നയിക്കണമേ എന്നും സാമ്പത്തികമായ എല്ലാ മേഖലകളിലും കർത്താവേ ഇടപെടണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഒരിക്കൽ നമുക്ക് എല്ലാ മക്കളെയും, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളെയും, ഓരോ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൈകൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. Thank you, Jesus. We love you, Jesus. We love you, Jesus. We praise you, Jesus. Hallelujah. 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 പരമദിവ്യകാരുണ്യമേ, സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കാരുണ്യത്തിൻ്റെ നിറകുടമായിട്ട് പഠിപ്പിച്ച് വാർത്തെടുക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിലെ കാരുണ്യത്തിൻ്റെ നിറവായി മാറിയ പൊന്നുതമ്പുരാനെ, ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയട്ടെ. ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നീ കാരുണ്യത്തിൻ്റെ കലവറയും നിലവറയും ഞങ്ങളെ തുറന്ന് കാട്ടിത്തരുകയാണ് ഈ ദിവ്യ അൾത്താരയിലൂടെ, ഈ തിരുവോസ്തിയിലൂടെ. ഈശോയുടെ പരമകാരുണ്യമേ, ഞങ്ങളെന്നും എപ്പോഴും മറ്റുള്ളവരിലേക്ക് നിൻ്റെ കാരുണ്യം കൊടുക്കുവാൻ, ആ തീർത്ഥത്തിൽ നിന്ന്, കാരുണ്യത്തിൻ്റെ തീർത്ഥത്തിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം
വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നും നമ്മിലേക്ക് ഒഴുകിയിറങ്ങിയ സ്നേഹത്തിനും കരുണയ്ക്കും എങ്ങനെ നന്ദി പറഞ്ഞാലാണ് മതിയാവുക? സ്നേഹം മാത്രമായ ഈശോ, നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോ, നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ പ്രിയമുള്ളവരെ. ഒരാൾക്കെങ്കിലും ഈശോയെ പകർന്നു കൊടുക്കാത്ത ഒരു ദിവസം പോലും ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലാ നഴ്സുമാരും ഈശോയുടെ ജീവിക്കുന്ന സാക്ഷികളായി മാറട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.